ഹായ് ഫ്രണ്ട്സ്, നിങ്ങളെല്ലാവരും ഇന്ന് സുഖമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ ഫ്രൂട്ട്സ് വേണ്ടതെല്ലാം എടുത്തിരിക്കുന്നത്. ഞാൻ ഒരു ഹാഫ് അനാർക്കാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ആപ്പിൾ ഒരു പകുതിയാണ്, ഇതേ വലുപ്പത്തിൽ തൊലിയൊക്കെ കളഞ്ഞെടുക്കണം. മാങ്ങായി അതുപോലെ പകുതിയാണ്. പഴം, ഏത്തപ്പഴം അത് ഒരെണ്ണമാണ്. ഈ ഞാൻ പാൻ വെച്ചിരിക്കുകയാണ്. പാനിലേക്ക് നെയ്യ് ഒഴിച്ചു. എനിക്ക് നട്ട്സ് കിട്ടിയിട്ടില്ല. മുന്തിരി ഇട്ടിരിക്കുകയാണ്. ഞാനിത് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതാക്കുന്നു. ഞാനിതിലേക്ക് ഒന്ന് വീണ്ടും വെച്ചിട്ട് നെയ്യ് ഒഴിച്ചിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സ് ഓരോന്നും ഇതിലേക്ക് ഇടുവാണ്. പഴം, ഈ കഴിഞ്ഞ ഇടുന്നത് നിങ്ങളൊന്നും വിചാരിക്കില്ല കേട്ടോ. ഇത് പെട്ടെന്നൊരു വട്ടത്തിന് വേണ്ടിയിട്ടാണ്. നിങ്ങളെൻ്റെ ചാനലുകളൊക്കെ കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇരുന്നാൽ ഫ്രൂട്ട്സൊക്കെ ഇരുന്നുകൊണ്ട് ഞാൻ പെട്ടെന്ന് എടുത്തതാണ്. ഇതിങ്ങനെ വരയ്ക്കണം നന്നായിട്ട്. അതിലേക്ക് ഒരു സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്യുന്നു. ഇത് ചെറു തീയിൽ ഇങ്ങനെ കിടക്കണം. അതിനകത്തേക്ക് വെള്ളമൊക്കെ വരും. ആ വെള്ളമൊക്കെ നമുക്ക് ഫ്രൈ ആക്കണം. ഇതേപോലെ വഴറ്റി എടുത്തിരിക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് പാല് ചേർക്കാം. 2.5 ഗ്ലാസ് പാലാണ് ചേർത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന കോൺഫ്ലവർ ഇതിലേക്ക് ചേർക്കുന്നു. ഇനി നമ്മൾ അതിലേക്ക് ചവ്വരി ഒഴിക്കുന്നു. ചവ്വരി എടുത്ത് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇത് നമ്മൾ നന്നായിട്ട് സെറ്റാകാനിടണം. കമ്പനിയെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഈ ഓണത്തിന് നമുക്ക് നല്ലൊരു ഫ്രൂട്ട് പായസം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഏലക്ക, നമ്മുടെ കുട്ടികൾക്കൊക്കെ വളരെ നല്ലതാണ്. ഇതൊന്ന് സെറ്റാകണം. നിങ്ങളെന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇവിടെയൊക്കെ ഉണ്ടെങ്കിലേ എനിക്ക് മുന്നോട്ട് വരാൻ സാധിക്കത്തുള്ളൂ. നിങ്ങളിത് അതുപോലെ നമ്മുടെയൊക്കെ വീടുകളിൽ എല്ലാവരും ഉണ്ടാക്കി നമ്മുടെ ഗസ്റ്റിനും മറ്റുള്ളവർക്കെല്ലാവർക്കും കുഞ്ഞുങ്ങൾക്കും എല്ലാം ഉണ്ടാക്കി കൊടുക്കണം. അതുപോലെ തന്നെ നമ്മൾ ഇത്രയും മധുരങ്ങളൊക്കെ ഉള്ള ഒരിതാണല്ലോ. മാങ്ങയൊക്കെ ഇട്ടു, എല്ലാം ഇട്ടപ്പോൾ ഇതിനൊരു പഞ്ചസാര ഇട്ടു. അപ്പോൾ ഇതിനൊക്കെ ഒരു മധുരം ഉള്ളതുകൊണ്ട് ഞാനൊരു കുറച്ച് 1 സ്പൂൺ 1.5 സ്പൂൺ അപ്പോൾ നമുക്ക് മധുരമൊക്കെ ഉള്ളത് കൊണ്ട് ഞാൻ ഇടയ്ക്ക് നിർത്തുന്നു. കൂടുതൽ കട്ടിയൊക്കെ ഉള്ളത് കൊണ്ടാണ്. മിൽക്ക് മെയ്ഡ് ഇതിലേക്ക് ഒഴിക്കുകയാണ്. 1.5 സ്പൂൺ ഉണ്ട് ഇത്. അപ്പോൾ ഒരു ടേസ്റ്റ് കൂടെ വരും. ഇതൊക്കെ തന്നെ ഇപ്പോൾ കുറുകാൻ തുടങ്ങി.
ഇനി നിങ്ങളുടെ ആവശ്യാനുസരണം നമ്മുടെ വീടുകളിലൊക്കെ മധുരമൊക്കെ എത്രയാണെന്ന് വെച്ചാൽ ചേർത്താൽ മതി. അപ്പോൾ നല്ലൊരു ഫ്രൂട്ട് പായസം റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അനാർക്ക് നമ്മൾ അവസാനം ഇടത്തുള്ളൂ. ഞാൻ അതിൻ്റെ ഫ്ലേവർ ഇതൊക്കെ പോലെ ഞാൻ കുറച്ച് മുന്തിരിയൊക്കെ ഇതിലേക്ക് ഇടുന്നു. ഇപ്പോൾ ഇതിൻ്റെ ലെവലൊന്ന് വേറെ ആയിക്കൊണ്ടിരിക്കുന്നു. ആ ചവരിയൊക്കെ അതിലേക്ക് വെന്തു കണ്ടോ. ഇവിടെ എല്ലാ വീടുകളിലും ഇതുണ്ടാക്കണം. ഞാൻ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുന്നു. അത് അധികം സമയം വേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഞാൻ അനാർക്കൊക്കെ ഇതിനകത്തൊക്കെ ചേർത്ത്, അപ്പോൾ നേരത്തെ ഇട്ട് കഴിഞ്ഞാൽ അനാർക്കിൻ്റെ ആ ഒരു കളറൊക്കെ മാറും. ഇനി നമ്മുടെ എടുത്ത് വെച്ചിരിക്കുന്ന മുന്തിരി അതിലേക്ക് ഇടുന്നു. നെയ്യ് വറുത്താണ് നമ്മുടെ അനാർക്ക് അതിലേക്ക് ഇടുന്നു. ഇവിടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. ഫ്രൂട്ട്സൊക്കെ അല്ലേ. അങ്ങനെ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. ബൈ.